ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരുടെയും ഹെൽപ്പില്ലാതെ ഒരു ബയോഡേറ്റ ഈസിയായി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോട്ടോ എഡിറ്റിംഗ്, ഇൻവിറ്റേഷൻ മോഡൽസ്, റെസ്യൂം അങ്ങനെ കുറേ കാണാൻ സാധിക്കും. നമുക്കിവിടെ റെസ്യൂമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ കാണുന്ന റെസ്യൂമിൽ നിന്ന് ഒരു റെസ്യൂം സെലക്ട് ചെയ്യാം. ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു റെസ്യൂം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസ്യൂമിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന റെസ്യൂം മോഡലിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിവിടെ നമ്മുടെ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനായി നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റീപ്ലേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമേജ് അവിടെ സേവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നെയിം ആഡ് ചെയ്യാം. ഈ കാണുന്ന ബോക്സിൽ നമുക്ക് നെയിം ആദ്യം എൻ്റർ ചെയ്യാം. അടുത്ത് നമ്മൾ ഏത് പോസ്റ്റ് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതോ ആ ജോബ് പോസ്റ്റ് നെയിം ഇവിടെ എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ജോബാണോ വേണ്ടത്, അതായത് ടീച്ചർ ജോബിനാണോ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ജോബിനാണോ അല്ലെങ്കിൽ IT ഫീൽഡിലെ ജോബിനാണോ, ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് നെയിം ഇവിടെ സേവ് ചെയ്യണം. ഞാനിവിടെ എക്സാമ്പിളിനായി സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ ജോബിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, ഈ ജോബിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ്. നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ എക്സ്ട്രാ കരിക്കുലത്തിനെ കുറിച്ചാണ്. നെക്സ്റ്റ് കോൺടാക്റ്റ് ഇൻഫോ. കോൺടാക്റ്റ് ഇൻഫോയിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എൻ്റർ ചെയ്യണം. റെസിഡൻഷ്യൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുമ്പോൾ ഡീറ്റെയിലായി എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. അടുത്തതായി നമ്മുടെ കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോണ്ട് സൈസിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇതുപോലെ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. നമ്മൾ എത്ര വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തത്, നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്, ആ ഡീറ്റെയിലാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മുടെ സ്കൂൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാം. നമ്മൾ ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയത്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എൻ്റർ ചെയ്യാം. ഏത് ബോർഡാണ്, സ്റ്റേറ്റ് ബോർഡാണോ സെൻട്രൽ ബോർഡാണോ നമ്മൾ പഠിച്ചത് അത് എൻ്റർ ചെയ്യാം. അടുത്തതായി കോളേജ് എഡ്യൂക്കേഷൻ. കോളേജ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്, ഏത് ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയത്. അടുത്തതായി പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. നെക്സ്റ്റ് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ പഠിച്ചത്, അതിൻ്റെ ഡീറ്റെയിലും എൻ്റർ ചെയ്യാം. ലാസ്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് റെഫറൻസ് ഡീറ്റെയിലാണ്. റെഫറൻസിനായി വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്ത ഓഫീസിലെ സുപ്പീരിയറുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽ റെഫറൻസായി വയ്ക്കാവുന്നതാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് ഒരു ബയോഡേറ്റ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായി ബയോഡേറ്റ ഇനി ജിമെയിലിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയായി ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ സിമ്പിൾ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. വാട്സപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ വാട്സപ്പിൻ്റെ ഓപ്ഷനുണ്ട്. ജിമെയിലിൽ അറ്റാച്ച് ചെയ്യാൻ ജിമെയിൽ ഓപ്ഷനുണ്ട്.
ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷനും കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ബയോഡാറ്റ ഈസിയായി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.